നമസ്കാരം. പഹൽഗാം ടൂറിസ്റ്റുകളെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി അടുത്തുള്ള വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട പാകിസ്ഥാനി തീവ്രവാദികളെ നമ്മുടെ ധീര ജവാന്മാർ കാടടക്കി തിരയുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായി പാക് ഭീകര ട്രെയിനിങ് കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യമാക്കി ഇന്ത്യൻ സേന മിസൈലുകളും ബോംബുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ച് 9 കേന്ദ്രങ്ങളെ തവിട് പൊടിയാക്കി തരിപ്പണമാക്കി. ഈ ഒരു മിന്നലാക്രമണം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത നമ്മുടെ ഭരണാധികാരികൾ പാകിസ്ഥാനോട് തുടർ ആക്രമണത്തിന് മുതിരരുതെന്നും സംയമനം നിങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ തുടർന്ന് ആക്രമണം തുടങ്ങിയതിനാൽ പാകിസ്ഥാനിൻ്റെ തന്ത്രപ്രധാനമായ മറ്റ് പല കേന്ദ്രങ്ങളും വീണ്ടും നമ്മുടെ സേനയ്ക്ക് തകർത്ത് തരിപ്പണമാക്കേണ്ടി വന്നു. എന്നാൽ പാകിസ്ഥാനുമായിട്ടുണ്ടായ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരാനും ഇരുവിഭാഗത്തും നാശനഷ്ടങ്ങൾ പെരുകാതിരിക്കാനും മറ്റുമായി ഇന്ത്യൻ ഭരണാധികാരികൾ വളരെ അങ്ങേയറ്റം ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. കാരണം വികസനത്തിൻ്റെ വഴിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യക്ക് ഒരു യുദ്ധം ഒരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. എന്നാൽ എല്ലാം തകർന്ന് സാമ്പത്തികമായി എല്ലാം തകർന്ന് തരിപ്പണമായ പാകിസ്ഥാന് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കാനും അതുപോലെ മറ്റു നാടുകളുടെ സിമ്പതി പിടിച്ചു പറ്റുവാനും ഈ യുദ്ധം അവർക്ക് അനിവാര്യമായിരുന്നു. ഇത് അറിയാവുന്ന നമ്മുടെ ഭരണകൂടം വെടിനിർത്തലുമായി മുന്നോട്ട് പോവുകയും ലോക ചരിത്രത്തിലാദ്യമായി ഒരു യുദ്ധം തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ അവസാനിച്ച യുദ്ധമാക്കി ഈ യുദ്ധത്തിന് മാറ്റുകയും ചെയ്തു. എന്നാൽ ചില ആളുകൾ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു, പാകിസ്ഥാനിനെ മുന്നിൽ അടിയറവ് പറഞ്ഞോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ആത്മാഭിമാനത്തിൻ്റെ ക്ഷതത്തിൽ അവർ AC റൂമിലിരുന്നു കൊണ്ട് കരയുന്നത് കേട്ടു. പ്രത്യേകിച്ചും ചില മലയാളികളുടെ കരച്ചിലാണ് വളരെ ഉച്ചത്തിൽ കേട്ടത്. ഒരു യുദ്ധകാല കഷ്ടതകളും നഷ്ടങ്ങളും യുദ്ധാനന്തര ദുരിതങ്ങളും എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ബുദ്ധിയില്ലാത്തവരുടെ ഇത്തരത്തിലുള്ള കരച്ചിൽ കാണുമ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നി. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യയുടെ ഭാവി സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന് ഇത്തിരി കോട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണാധികാരികൾ എടുത്ത ഈ തീരുമാനം ഗോൾഡൻ ഡിസിഷൻ ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു യുദ്ധം എവിടെയും ആരെയും രക്ഷിച്ചിട്ടില്ല. കഷ്ടതകളും കഷ്ടപ്പാടുകളും യാതനകളും സാമ്പത്തിക നഷ്ടങ്ങളും തകർച്ചയും അതുപോലുള്ള മാരക അസുഖങ്ങളും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയും ദുരിതങ്ങളുമാണ് ഈ യുദ്ധത്തിൻ്റെ പരിണത ഫലമായി നമ്മൾ ചുറ്റുവട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ശരി, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ആളുകൾക്ക് അഭിവാദനങ്ങൾ. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം കൊണ്ട് ഒരു വളരെ വലിയൊരു ഉപകാരം നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ മാത്യു സാമുവൽ എന്ന ഒരു രാജ്യദ്രോഹിയുടെ ശല്യം കുറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൽ കഴിയുന്ന മലയാളികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം വളരെയധികം വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് വളരെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇദ്ദേഹം മലയാളികളോടോ ഇന്ത്യയോടോ ഒന്നിനോടും ഒരു കൂറുമില്ലാത്ത ഒരു രാജ്യദ്രോഹിയാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശല്യം ഇന്ത്യ ഗവൺമെൻറ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ ഇന്ത്യൻ ഭരണാധികാരികളെ, ഈ പഹൽഗാം കൊണ്ട് നിങ്ങൾക്കൊരു പാഠം പഠിക്കുവാനുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഇന്ത്യയുടെ കൂടെ നിൽക്കും, ഇന്ത്യക്ക് സഹായം ലഭിക്കും എന്ന് നമ്മൾ അഹങ്കരിച്ചിരുന്ന പല രാജ്യങ്ങളും ഇന്ത്യൻ നാശം ആഗ്രഹിക്കുന്നവരാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇന്ത്യയുടെ സാങ്കേതിക ആയുധ വളർച്ചയിൽ കലിപൂണ്ട നാടുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇന്ത്യൻ മണ്ണിനെ അവരുടെ സാമ്പത്തിക ലാഭ വിപണിയാക്കാനും മറ്റു നാട്ടിലെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുവാനുമുള്ള വേസ്റ്റുകൾ ഡംപ് ചെയ്യുവാനുമുള്ള ഒരു സ്ഥലമായി കൊണ്ടാണ് ഇന്ത്യയെ മറ്റ് ചില നാടുകൾ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മെ ചേർത്ത് നിർത്തിയിരുന്നത്. ഒരു അവസരം വന്നപ്പോൾ, ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇന്ത്യയോട് സ്നേഹമോ ഇന്ത്യയോട് കൂറോ ഒരു നാട്ടുകാർക്കും ഇല്ല എന്ന് ഈ പഹൽഗാം ആക്രമണത്തോടു കൂടെ എല്ലാവർക്കും തിരിച്ചറിയുവാൻ കഴിഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പാശ്ചാത്യരുടെ ആയുധ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടി നാടുകളെ തമ്മിൽ കലാപമുണ്ടാക്കാനുള്ള തീവ്രവാദി കൃഷി ഇടമാണ് പാകിസ്ഥാൻ. പല തീവ്രവാദി കൃഷിക്കാർ പണവും പെണ്ണും മയക്കുമരുന്നും നൽകി പല പേരിലുള്ള തീവ്രവാദികളെ നട്ടു വളർത്തി കയറ്റുമതി ചെയ്യാൻ പാകിസ്ഥാൻ അവിടെ നിലനിന്നേ മതിയാവും. അമേരിക്കയും റഷ്യയും ചൈനയും ഇറാനും തുർക്കിയും തുടങ്ങി ഒരുപാട് നാടുകൾ പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയെ സഹായിക്കാൻ നമ്മൾ നിർമ്മിച്ച ആയുധങ്ങളും ധീരന്മാരായ ജവാന്മാരും മാത്രമാണ് ഉണ്ടായത്. മറ്റൊരാളും സഹായത്തിന് വന്നില്ല, മറ്റൊരാളും സഹായിക്കാൻ വരികയുമില്ല. ഈ യുദ്ധസമാനമായ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ ഭരണാധികാരികൾ പാഠം പഠിച്ചില്ല എങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ വളരെ അവതാളത്തിലാകും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ കുതിച്ചു ചാടി ചന്ദ്രയാൻ ദൗത്യം വരെ വിജയിച്ച ഇന്ത്യൻ അന്തസ്സ് തകർക്കുന്ന മായാവി ചിന്തയിൽ നിന്നും മായാവി കെട്ടുകഥകളിൽ നിന്നും ദയവായി നമ്മുടെ ഭരണാധികാരികൾ യാഥാർത്ഥ്യ ലോകത്തിലേക്ക്, യാഥാർത്ഥ്യ ചിന്തയിലേക്ക് ഇനിയെങ്കിലും ഒന്ന് ഉണരണം, ഉയർന്നു വരിക തന്നെ വേണം. ഇന്ത്യ എല്ലാ കാര്യങ്ങളെ കൊണ്ട് ഒരു വൻ ശക്തി രാഷ്ട്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങളായി വിളിച്ചു പറയണം. മതവും വിശ്വാസവും ശാസ്ത്രവും എല്ലാം തരം തിരിച്ച് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ചന്ദ്രയാൻ ദൗത്യം വിജയിച്ചപ്പോൾ ഒരു പോത്തിൻ്റെ കയർ പിടിച്ച് ISROയിലേക്ക് കയറി കോണം കെട്ടി വരുന്ന ശാസ്ത്രജ്ഞരെ കാർട്ടൂണാക്കി പരിഹസിച്ച പാശ്ചാത്യരുടെ പിറകിൽ പോയാൽ
ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഫ്രണ്ടിനെ ജയിപ്പിക്കാൻ വേണ്ടി യാഗവും പൂജയും അഭിഷേകവും വ്രതവും മന്ത്രോച്ചാരണവുമായി ഉറക്കമൊഴിച്ചവർ ഇന്ന് നെഞ്ചത്തടിച്ചിട്ട് ഒരു കാര്യവുമില്ല. हिंदुस्तानियों की रक्षा और सुरक्षा के लिए और पूरे वर्ल्ड में जहां भी हिंदू हैं उनकी सुरक्षा के लिए उन्होंने संकल्प लिया है. ശാസ്ത്ര വളർച്ചയ്ക്കനുസരിച്ച് പൗരന്മാരെയും നിലവാരം കൂട്ടേണ്ട കടമ ഓരോ ഭരണാധികാരികളുടെയും കടമയാണ്. വിദ്യാസമ്പന്നരായ ആളുകൾ ഗോമൂത്രം കുടിച്ചും ചാണകം മെഴുകിയും അത് മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുമ്പോൾ അന്യനാടുകളിൽ ജീവിക്കുന്ന പ്രവാസികൾ അവർ വസിക്കുന്ന നാട്ടിൽ എന്തുമാത്രം അപമാനം ഏൽക്കേണ്ടി വരുന്നു എന്ന് ഈ ദയവായി ഭരണാധികാരികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്യുന്നവർ ചെയ്യട്ടെ, പക്ഷേ മറ്റുള്ളവരെ നിർബന്ധിക്കരുത്. ക്യാൻസർ ചികിത്സിക്കാനും മറ്റും അത് പ്രയോജനമുണ്ടെങ്കിൽ ശാസ്ത്രീയപരമായി അത് തെളിയിക്കാനും അതുപോലെ അത് മരുന്നാക്കി ലോക വിപണിയിൽ ഇറക്കിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുവാനും നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുക തന്നെ വേണം. ഇപ്പോൾ നമുക്കറിയാം, പാകിസ്ഥാനുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ നീതിയും ന്യായവും ഇന്ത്യയുടെ ഭാഗത്താണെന്ന് എല്ലാ നാട്ടുകാർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നതും സഹായിക്കുന്നതും പാകിസ്ഥാനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം വിവരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ടായിരിക്കുന്നു. അത് എന്തുകൊണ്ട് വന്നു എന്നാൽ ഇന്ത്യയോട് മറ്റുള്ളൊരു രാഷ്ട്രത്തിനും കൂറില്ല, സ്നേഹമില്ല, താല്പര്യമില്ല എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി നമ്മുടെ ഗവൺമെൻറ്റിന്, നമ്മുടെ ഭരണാധികാരികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തെറ്റ് ഇതിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. അമേരിക്ക പോലുള്ള വമ്പൻ രാഷ്ട്രങ്ങളെ നമ്മുടെ കൂടെ നിൽക്കും, റഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾ, ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങൾ എല്ലാം നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു അന്ധമായ വിശ്വാസം അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രങ്ങളിൽ ചെന്ന് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ 40 ആളുകളുള്ള പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുകൊണ്ട് പല നാട്ടിലേക്കും വിട്ട് അവിടെ അത് വിവരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി എത്ര തന്നെ ചെന്ന് പറഞ്ഞാലും എന്ത് തെളിവുകൾ കൊടുത്താലും ശരി, ഇന്ത്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനോ സഹായിക്കാനോ മറ്റൊരു രാഷ്ട്രങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. സ്വയമായി പര്യാപ്തത നേടുക, സ്വയമായി ആയുധബലം വർദ്ധിപ്പിക്കുക, സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങളുടെ ഉള്ളിൽ വളരെ അങ്ങേയറ്റം കെട്ടുറപ്പുണ്ടാക്കുക, പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് പകരം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക, ഇതെല്ലാമാണ് ഭരണാധികാരികൾക്ക് ഇനി ഇന്ത്യയിൽ ചെയ്യുവാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഭരണം പിടിക്കാനും അത് നിലനിർത്താനും 2300 വർഷങ്ങൾക്ക് മുന്നേ മൗര്യ സാമ്രാട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായ ചാണക്യൻ്റെ ഉപദേശം, ആ മാനിപ്പുലേഷൻ പ്രയോജനപ്പെടുത്തി നമ്മുടെ നാടിനെ ഭരിക്കുമ്പോൾ ഈ ചാണക്യതന്ത്രങ്ങൾ മറ്റു നാടിൻ്റെ കാര്യത്തിലും എന്തുകൊണ്ട് ഈ ചാണക്യ സൂത്രം നമ്മുടെ ഭരണാധികാരികൾ ഉപയോഗിച്ചില്ല? ആ പഹൽഗാവിൽ ഒന്നും അറിയാതെ നിരായുധരായി മരണപ്പെട്ട പാവങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പഹൽഗാവിൻ്റെ അനുഭവം നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണു തുറക്കട്ടെ. ഓരോ ഇന്ത്യക്കാരനും ലോകത്തിൻ്റെ ഏതൊരു കോണിൽ പോയാലും അവിടെ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നടക്കുവാനുള്ള, അഭിമാനത്തോടു കൂടെ നടക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിനോട് കൂടെ അപേക്ഷിക്കുകയുമാണ്. നന്ദി, നമസ്കാരം.